നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. IS-നെ തുടച്ചു നീക്കിയതായി ലോകത്തോട് വെളിപ്പെടുത്തി സിറിയ. തങ്ങളുടെ മണ്ണിൽ ഒരിടത്തും IS എന്ന ഭീകര സംഘടനയോ അതിന്റെ വേരുകളോ പോലും അവശേഷിക്കുന്നില്ല എന്ന് ലോകത്തോട് സിറിയ വിളിച്ചു പറയുമ്പോൾ അവസാനിക്കുന്നത് 5 വർഷമായി അവിടെ നിലനിന്ന IS ഭരണം കൂടിയാണ്. സിറിയയിലും ഇറാഖിലുമായി 5 വർഷത്തിലേറെയായി തുടർന്ന IS-ന്റെ സ്വയം പ്രഖ്യാപിത ഖലീഫ ഭരണത്തിനാണ് ഇതോടെ അവസാനമായത്. IS എന്ന് ധൈര്യമായി വിളിച്ചു പറഞ്ഞ് യുവാക്കൾ നടന്ന ഗ്രാമങ്ങളും തെരുവുകളുമെല്ലാം സിറിയയിൽ മാറിപ്പോയി. ഇപ്പോൾ ഇസ്ലാമിക് ഭീകരവാദമെന്നും IS എന്നുമൊക്കെ കേട്ടാൽ ഒന്നുകിൽ വെടിയുണ്ട അല്ലെങ്കിൽ ജയിൽ എന്ന നിലയിലാണ് കാര്യങ്ങൾ. സിറിയയിൽ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പരാജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് സിറിയൻ സർക്കാരാണ്. അവരുടെ പൊടി പോലും ഇനി ഈ രാജ്യത്ത് എത്ര തപ്പിയാലും കിട്ടില്ല എന്ന് സിറിയൻ സൈനിക ജനറൽ പ്രഖ്യാപിച്ചു. ഒരുപാട് കൂട്ടക്കുരുതികൾ IS നടത്തിയത് സിറിയയിലാണ്. എതിർക്കുന്നവരെയും അനേകായിരം ക്രിസ്ത്യാനികളെയും ഇതര ഇസ്ലാം വിഭാഗങ്ങളെയും എല്ലാം അവർ വകവരുത്തി. പച്ചയ്ക്ക് കത്തിക്കുകയും കൂട്ടമായി തലവെട്ടലും കെട്ടിത്തൂക്കിയിട്ട ശേഷം കത്തിക്കലുമെല്ലാം ലോകം കണ്ട് വിറങ്ങലിച്ചു. ഏതായാലും ഇനി ആ ശക്തികളില്ല. അമേരിക്കയും സിറിയൻ സർക്കാർ പട്ടാളവും എന്നേക്കുമായി അവരെ തുടച്ചു നീക്കിയിരിക്കുന്നു. IS-ന്റെ അവസാന ശക്തി കേന്ദ്രമായ സിറിയയുടെ കിഴക്കൻ ഗ്രാമം ബാഗൂസും തിരികെ പിടിച്ച് ഭീകരരെ പൂർണ്ണമായി തുടച്ചു നീക്കിയെന്ന് US-ന്റെ പിന്തുണയുള്ള സഖ്യസേന ശനിയാഴ്ച പറഞ്ഞു. IS-നു നേരെ സൈനിക വിജയം നേടിക്കഴിഞ്ഞു. ബാഗൂസ് ഇപ്പോൾ സ്വതന്ത്രമാണ്. സിറിയൻ ഡെമോക്രാറ്റിക് സേനയുടെ വക്താവ് മുസ്തഫ ബാലി പറഞ്ഞു. സിറിയൻ സൈനികർ ബാഗൂസിൽ വിജയക്കൊടി പാറിച്ചു. സിറിയൻ IS ഭീകരരും മലയാളികളുമായി ചില ബന്ധങ്ങളുണ്ട്. 100 കണക്കിന് മലയാളികൾ സിറിയയിൽ ജിഹാദിനായി എത്തിയിരുന്നു. പലരും കുടുംബസമേതമായിരുന്നു. 4 വർഷം മുൻപേ സിറിയയിൽ മലയാളി ഭീകരരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പലരും ലവ് ജിഹാദ് നടത്തി മുങ്ങിയതും സിറിയയിലേക്ക് തന്നെ. ആടുമേയ്ക്കാൻ പോകുന്നു എന്നറിയിച്ച് മലയാളി സ്ത്രീകൾ ലൈവ് ജിഹാദ് നടത്തി സിറിയയിലേക്ക് പോയി. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഡസൻ കണക്കിന് ആളുകൾ ആടുമേയ്ക്കാൻ കുടുംബമടക്കം സിറിയയിൽ പോയിരുന്നു. അവരെല്ലാം ഇന്ന് എവിടെയോ പോയി മറഞ്ഞു. ഒരു വിവരവുമില്ല. ഒരുപക്ഷെ സിറിയൻ പട്ടാളത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം. എന്തായാലും ആരും ജീവിച്ചിരിക്കുന്നു എന്ന് തെളിവുകളൊന്നുമില്ല. ജിഹാദികളായി മരണത്തെ സ്വാഗതം ചെയ്ത അവരുടെ ബന്ധുക്കൾ വേദനയോടെ കേരളത്തിൽ കഴിയുന്നു. വഴിതെറ്റിയ ആത്മീയതയുടെയും മതപഠനത്തിന്റെയും ബാക്കി പത്രമായി അവരുടെ ആടുമേയ്ക്കാനുള്ള സിറിയൻ യാത്രകൾ അവശേഷിക്കും. ബാഗൂസിൽ അവശേഷിക്കുന്ന IS ഭീകരർക്കെതിരെ മാർച്ചിലാണ് SDF പോരാട്ടം ആരംഭിച്ചത്. വലിയ തോതിൽ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലയായതിനാൽ പോരാട്ടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സേന നിർബന്ധിതരായിരുന്നു. IS-നെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയതായി ഇറാഖ് സർക്കാർ 2017 പ്രഖ്യാപിച്ചിരുന്നു. സിറിയയിൽ IS പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും അതിനാൽ ആ രാജ്യത്ത് നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ സൈന്യത്തെ പിൻവലിക്കാനുള്ള US പദ്ധതിക്കെതിരെ സഖ്യകക്ഷികൾ ആശങ്ക ഉയർത്തുകയും ഇതിൽ പ്രതിഷേധിച്ച് US-ന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ രാജിവെക്കുകയും ചെയ്തു. അതേസമയം പരാജയം നിഷേധിച്ച് IS-ന്റെ ഓഡിയോ സന്ദേശവും ശനിയാഴ്ച എത്തി. IS വക്താവ് അബു ഹസൻ അൽ മുഹാജിറിന്റേതെന്ന് കരുതുന്ന ശബ്ദ സന്ദേശത്തിൽ IS സാമ്രാജ്യം അവസാനിച്ചിട്ടില്ലെന്ന് പറയുന്നു. ബാഗൂസിലും പരാജയപ്പെടുത്തിയെങ്കിലും IS-ന്റെ ഭീഷണി ലോകത്ത് പൂർണ്ണമായും ഇല്ലാതായിട്ടില്ലെന്നാണ് നിരീക്ഷണം. സിറിയൻ മേഖലയിൽ 15,000 മുതൽ 20,000 വരെ IS അനുയായികൾ ഇപ്പോഴുമുണ്ടെന്നും ഇതിലേറെ പേരും സ്ലീപ്പർ സെല്ലുകളാണെന്നും അമേരിക്കൻ സേന പറയുന്നു. സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയും അവസരം കിട്ടുമ്പോൾ ഉണരുകയും ചെയ്യുക എന്നാണ് അർത്ഥം. ഏതായാലും സിറിയയിൽ ഇനി വെടിയൊച്ചകൾ നിൽക്കും. IS ഉണ്ടാക്കിയ ആഘാതവും പരിക്കുകളും ഇല്ലാതാക്കാൻ സിറിയയ്ക്ക് പതിറ്റാണ്ടുകൾ വേണ്ടിവരും. ഇറാഖിൽ IS-നെ ഏറെക്കുറെ നിർമ്മാർജ്ജനം ചെയ്തു. ശ്രീലങ്കയിലെ LTTE-ക്ക് ശേഷം ലോകത്ത് തകരുന്ന ഏറ്റവും വലിയതും 21-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരതയുമാണ് ഇല്ലാതാവുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.